ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SCCI വിൻസ് തേർഡ് PSU ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ഫോർ ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ SCCI അതായത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, അണ്ടർ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ബാക്ക്ഡ് തേർഡ് PSU ട്രാൻസ്ഫോർമേഷൻ അവാർഡ് അണ്ടർ ദ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി ഫോർ ഫേം ആൻഡ് ഡിസ്പാച്ചബിൾ firm and disposable renewable energy supply to DISCOMs on a demand following basis. The award was conferred in a felicitation ceremony held on 5th December 2024 at New Delhi. ന്യൂ ഡൽഹിയിൽ വെച്ചിട്ട് ഡിസംബർ 5-നാണ് ഫെലിസിറ്റേഷൻ സെറമണിയിലാണ് ഇത് കൊടുത്തത്. അപ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനാണ് അത് വരുന്നത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ്. തേർഡ് PSU ട്രാൻസ്ഫോർമേഷൻ അവാർഡ് അണ്ടർ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കാറ്റഗറിയുടെ അണ്ടറിൽ ഫേം ആൻഡ് ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി സപ്ലൈ ടു ഡിസ്കോംസ് ഓൺ ഡിമാൻഡ് ഫോളോയിങ് ബേസിസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഫിത്രോമൈസിൻ കൺട്രീസ് ഫസ്റ്റ് ഇൻഡിജിനസ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഒരു സയൻസ് റിലേറ്റഡ് ന്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ പേരാണ് നാഫിത്രോമൈസിൻ കൺട്രീസ് ഫസ്റ്റ് ഇൻഡിജിനസ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. India has led the way with the creation of a naphithromycin, the country's first indigenous macrolide antibiotic. This remarkable achievement marks a pivotal moment in the fight against antimicrobial resistance, showcasing India's growing capabilities in pharmaceutical innovation. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ISRO സക്സസ്ഫുള്ളി ലോഞ്ചസ് യൂറോപ്സ് പ്രോബ 3 മിഷൻ ഫോർ സോളാർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ സോളാർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ISRO സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് യൂറോപ്പിൻ്റെ പ്രോബ 3 മിഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഹാസ് വൺസ് അഗെയിൻ പ്രൂവൺ ഇറ്റ്സ് റിലയബിലിറ്റി സക്സസ്ഫുള്ളി ലോഞ്ചിങ് ദ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് പ്രോബ 3 സാറ്റലൈറ്റ്സ് ഇൻ ടു ദെയർ ഡെസിഗ്നേറ്റഡ് ഓർബിറ്റ്. ദ ലോഞ്ച് ടുക്ക് പ്ലേസ് ഫ്രം ദ ശ്രീഹരിക്കോട്ട സ്പേസ് പോർട്ട് ഇൻ ആന്ധ്രാപ്രദേശ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ അവാർഡഡ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ഗുഡ് പ്രാക്ടീസസ് അറ്റ് ഏഷ്യ പസഫിക് ഫോറം ഇൻ സൗദി. അപ്പോൾ സൗദിയിൽ ഇന്ത്യക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഗുഡ് പ്രാക്ടീസസ് അറ്റ് ഏഷ്യ പസഫിക് ഫോറം കിട്ടിയിരിക്കുകയാണ്, അവാർഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ഇന്ത്യ ഹാസ് റിസീവ്ഡ് അവാർഡ്സ് ഫോർ അഡോപ്റ്റിംഗ് ഗുഡ് പ്രാക്ടീസസ് ഇൻ പ്രൊവൈഡിംഗ് സോഷ്യൽ സെക്യൂരിറ്റി ടു ഇറ്റ്സ് വർക്ക് പ്ലേസ് അറ്റ് എ റീജിയണൽ ഫോറം ഓഫ് ഏഷ്യ പസഫിക് ഹെൽഡ് ഇൻ സൗദി അറേബ്യ. The Good Practice Award for Asia Pacific 2024 was presented by Mohammad Azman, President of ISSA, International Social Security Association, at a Regional Social Security Forum in Riyadh, Saudi Arabia. അപ്പോൾ ഇന്ത്യക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി ഗുഡ് പ്രാക്ടീസസ് അറ്റ് ഏഷ്യ പസഫിക് ഗുഡ് പ്രാക്ടീസസ് അവാർഡ് കിട്ടിയത്. ഏഷ്യ പസഫിക് ഫോറം സൗദിയിൽ വെച്ച് നടക്കുന്ന, റിയാദിൽ വെച്ച് നടക്കുന്ന ഇവൻറ്റിലാണ് ഇന്ത്യക്കത് കിട്ടിയത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. MS ധോണി ജോയിൻസ് യൂറോഗ്രിപ്പ് ടയേഴ്സ് ആസ് ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി യൂറോഗ്രിപ്പ് ടയേഴ്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോഗ്രിപ്പ് ടയേഴ്സ്, എ ലീഡിംഗ് ബ്രാൻഡ് സ്പെഷ്യലൈസിംഗ് ഇൻ 2-wheeler, 3-wheeler ആൻഡ് ഓഫ് ഹൈവേ ടയേഴ്സ്, ഹാസ് അപ്പോയിൻറ്റഡ് ക്രിക്കറ്റ് ലെജൻഡ് മഹേന്ദ്ര സിംഗ് ധോണി ആസ് ഇറ്റ്സ് ബ്രാൻഡ് അംബാസിഡർ.
അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ആസ് പാർട്ട് ഓഫ് ദിസ് കൊളാബറേഷൻ ധോണി വിൽ എൻഡോഴ്സ് ദ യൂറോഗ്രിപ്പ് ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് എൻറ്റയർ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ദ കമ്പനി സെറ്റ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ബാങ്ക് അപ്രൂവ്സ് $188.28 million ലോൺ ടു മഹാരാഷ്ട്ര ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സ്. അപ്പോൾ വേൾഡ് ബാങ്ക് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് $188.28 million ലോൺ മഹാരാഷ്ട്രയ്ക്ക് ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സിൽ എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ $188.28 million ലോൺ അപ്രൂവ് ചെയ്തിരിക്കുന്നത് വേൾഡ് ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ വേൾഡ് ബാങ്ക് ഹാസ് അപ്രൂവ്ഡ് $188.28 million ലോൺ ടു സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് ഇൻ മഹാരാഷ്ട്ര, particularly in underdeveloped districts. The initiative aims to enhance district level planning and growth strategies. The bank announced the program will equip districts with critical resources, data funding and expertise. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യാസ് ഇൻഡിഗോ റാങ്ക്ഡ് എമംഗ് വേൾഡ്സ് വേഴ്സ്റ്റ് എയർലൈൻസ് ഇൻ സർവേ. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡിഗോ വേൾഡ്സ് വേഴ്സ്റ്റ് എയർലൈൻസ് ആയി റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സർവേയിൽ. വേഴ്സ്റ്റ് എയർലൈനായിട്ട് ഇന്ത്യയുടെ ഇൻഡിഗോ ആണ് റാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻഡിഗോ ഹാസ് ബീൻ റാങ്ക്ഡ് എമംഗ് ദ വേൾഡ്സ് വേഴ്സ്റ്റ് എയർലൈൻസ് ഇൻ ദ 2024 എയർ ഹെൽപ്പ് സ്കോർ റിപ്പോർട്ട്, സെക്യൂറിംഗ് 103rd place out of 109 with a score of 4.8. The low rating is attributed to underwhelming customer satisfaction and poor handling of ഫ്ലൈറ്റ് ഡിസ്റപ്ഷൻ ക്ലെയിംസ്. അപ്പോൾ ഫ്ലൈറ്റ് ഡിസ്റപ്ഷൻ ക്ലെയിംസ് കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യാത്തതിൻ്റെ പേരിലും പുവർ ഹാൻഡ്ലിംഗ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പുവർ ഹാൻഡ്ലിങ്ങും ഒക്കെയാണ് ഇന്ത്യയുടെ ഇൻഡിഗോ എയർലൈൻസിന് വേൾഡ്സ് വേഴ്സ്റ്റ് എയർലൈൻസ് എന്നുള്ള ഒരു സ്ഥാനം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് 2 പേജുകളിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേഴ്സ്റ്റ് ഇൻഡിഗോ എയർലൈൻ ആണ്. ടോപ്പ് 10 എയർലൈൻസ് ഇൻ ദ വേൾഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രസൽസ് എയർലൈൻ, ഖത്തർ എയർവേസ്, യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, ഐസ്ലാൻഡിൻ്റെ പിന്നെ ഓസ്ട്രിയൻ എയർലൈൻസ്, LOT പോളിഷ് എയർലൈൻസ്, എയർ അറേബ്യ, വൈഡറോ, എയർ സെർബിയ. ഇതൊക്കെയാണ് ടോപ്പ് 10 എയർലൈൻസ് ഇൻ ദ വേൾഡ്. ഇനി വേഴ്സ്റ്റ്, അതായത് ബോട്ടം 10 എയർലൈൻസ് ഇൻ ദ വേൾഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 100th പ്ലേസിൽ സ്കൈ എക്സ്പ്രസ് ആണ്, 101 എയർ മോറീഷ്യസ് ആണ്, 102 ടാരോം ആണ്, 103 ഇൻഡിഗോ ആണ്, നിങ്ങൾക്കറിയാം. പിന്നെ പെഗാസസ് എയർലൈൻസ് ആണ്, പിന്നെ അൽ ഇസ്രായേൽ എയർലൈൻസ് ആണ്, പിന്നെ 106th ബൾഗേറിയ എയർലൈൻസ് ആണ്, പിന്നെ നോവൽ എയർ ആണ്, പിന്നെ ബസ് ആണ് 108, 109th ട്യൂണിസ് എയർ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, NEGD and ISB launch digital transformation for senior leaders training program to empower government officials. അപ്പോൾ NEGD ആൻഡ് ISB ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ സീനിയർ ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ നാഷണൽ ഗവർണൻസ് ഡിവിഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് മൊഹാലി ഇനോഗ്രേറ്റഡ് എ 5-day ട്രെയിനിങ് പ്രോഗ്രാം ടൈറ്റിൽഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ സീനിയർ ലീഡേഴ്സ് scheduled from December 2nd to 6th 2024. This program is a pivotal initiative under the Digital India Mission aimed at equipping senior government officials with critical knowledge and skills to lead digital transformation across various governance domains. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ NEGD നാഷണൽ ഗവർണൻസ് ഡിവിഷൻ്റെ ഡയറക്ടറാണ് ദിനേഷ് ഡൈഡൽ, DIDL. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നേപ്പാൾ സൈൻസ് BRI കോപ്പറേഷൻ എഗ്രിമെൻറ്റ് വിത്ത് ചൈന. അപ്പോൾ BRI എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ നേപ്പാളാണ് BRI കോപ്പറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ചൈനയായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നേപ്പാൾ ആൻഡ് ചൈന സൈൻഡ് ദ മച്ച് അവൈറ്റഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് cooperation framework, an agreement which is expected to prove the way for implementation of the BRI projects.
The agreement was inked during Prime Minister KP Sharma Oli's official visit to China, his first official visit to that country after assuming office for the fourth time. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI Innovation Hub develops MuleHunter.ai to combat mule account frauds. അപ്പോൾ RBI ഇന്നോവേഷൻ ഹബ്ബ് MuleHunter.ai എന്ന് പറയുന്ന ഒരു ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂൾ അക്കൗണ്ട് ഫ്രോഡ്സ് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് സെഡ് ദാറ്റ് ദ റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബ് ഹാസ് ഡെവലപ്ഡ് ആൻ AI/ML based model MuleHunter.ai, which will be used to address the issue of mule bank accounts being used to commit ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മ്യൂൾ ബാങ്ക് അക്കൗണ്ട്സിനെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI ഇന്നോവേഷൻ ഹബ്ബ് MuleHunter.ai എന്ന് പറയുന്ന ഒരു ഹബ്ബ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI allows small finance banks to offer pre-sanctioned credit through UPI. അപ്പോൾ RBI സ്മോൾ ഫിനാൻസ് ബാങ്ക്സിനെ പ്രീ സാങ്ഷൻഡ് ക്രെഡിറ്റ് UPI വഴി അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. RBI ഗവർണർ ശക്തികാന്ത ദാസ് ഫോളോയിങ് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അനൗൺസ്ഡ് ദാറ്റ് small finance banks will now be permitted to provide pre-sanctioned credit lines through the Unified Payments Interface. This move aims to support underserved groups including small businesses, micro entrepreneurs and individuals in rural and semi-urban regions. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ദേവേന്ദ്ര ഫഡ്നാവിസ് takes oath as Maharashtra Chief Minister. Eknath Shinde, Ajit Pawar are Deputy Chief Ministers. അപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഏക്നാഥ് ഷിൻഡെ അതേപോലെ അജിത് പവാറുമാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് മഹാരാഷ്ട്ര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ പർപ്പസിന് ഒരുപാട് ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NISA and DSW join hands to launch advanced AI cloud platform for Indian insurance sector. അപ്പോൾ NISA ആൻഡ് DSW ജോയിൻ ഹാൻഡ് ചെയ്തിരിക്കുകയാണ് ടു ലോഞ്ച് അഡ്വാൻസ്ഡ് AI ക്ലൗഡ് പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടറിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. NISA ആൻഡ് AI ആക്സലറേഷൻ ക്ലൗഡ് സിസ്റ്റം പ്രൊവൈഡർ ആൻഡ് ഡാറ്റ സയൻസ് വിസാർഡ്സ് എ ഡീപ് ടെക് AI പ്ലാറ്റ്ഫോം കമ്പനി ഹാവ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് എ ഫുള്ളി മാനേജ്ഡ് ഇൻഷുറൻസ് AI ക്ലൗഡ് പ്ലാറ്റ്ഫോം ടൈലേർഡ് ഫോർ ദ ഇൻഷുറൻസ് സെക്ടർ ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.